ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഓരോ ഗർഭിണിക്കും അവർ നോർമലായിട്ട് പ്രസവിക്കുമോ ഇല്ല സിസേറിയൻ വേണ്ടി വരുമോ എന്നുള്ള ഒരു തിങ്കിങ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നോർമലായിട്ട് ഡെലിവറി ആകാൻ അല്ലെങ്കിൽ സിസേറിയൻ ആകാനുള്ള ചാൻസ് ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ നമുക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും. സിസേറിയൻ രണ്ട് ടൈപ്പ് ഉണ്ട്. എലക്റ്റീവായിട്ടുള്ള സിസേറിയനും എമർജൻസി ആയിട്ടുള്ള സിസേറിയനും. എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലേബർ പെയിൻ വരുന്നതിന് മുമ്പായിട്ട് കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു, അതായത് 37 വീക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എങ്കിൽ നമ്മൾ എലക്റ്റീവ് സിസേറിയൻ ചെയ്യേണ്ടി വരും. അതായത് ഇലക്റ്റീവ് സിസേറിയൻ ചെയ്യേണ്ട കണ്ടീഷൻസ് പ്ലാസെന്റ പ്രീവിയ, മറുകുട്ടി താഴെ ഇരിക്കുന്ന അവസ്ഥ, പിന്നെ ഈ ഗർഭിണിയുടെ ബർത്ത് കനാലില് കൂടെ ഒരു നോർമൽ ബേബിക്ക് വരാനുള്ള സ്പേസ് ഇല്ലാത്ത അവസ്ഥ, അതിന് കെഫ്ലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് ആ ഇടുപ്പെല്ലിൻ്റെ കൂടിനൊന്നും ഒട്ടും സ്ഥലം ഇല്ലെങ്കിൽ, കുട്ടിക്ക് വരാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എലക്റ്റീവ് സിസേറിയൻ ചെയ്യേണ്ടി വരും. പിന്നെ കുട്ടിയുടെ പൊസിഷൻ, കുട്ടി ബ്രീച്ച് പൊസിഷനിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലെല്ലാം ആണ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ബർത്ത് കനാലിലുള്ള ചിലപ്പോൾ മുഴകളൊക്കെ വന്നിട്ട് ഈ കുട്ടിക്ക് വരാനുള്ള പാസേജ് ഇടുങ്ങി പോകാറുണ്ട്. ഫൈബ്രോയിഡ് യൂട്രസ് അല്ലെങ്കിൽ ഓവേറിയൻ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. 2 സിസേറിയൻ കഴിഞ്ഞത് ആൾക്കാർക്ക് നോർമൽ ഡെലിവറിക്ക് വിടാറില്ല, അവർക്കും എലക്റ്റീവ് സിസേറിയൻ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ എലക്റ്റീവ് സിസേറിയൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ലേബർ പെയിൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുകയാണ് പതിവ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ എമർജൻസി സിസേറിയൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അപ്പം അത് വരുന്നത് ലേബർ പെയിൻ എല്ലാം വന്ന് പക്ഷേ ശരിയായ രീതിയിൽ ഡെലിവറി പ്രോഗ്രസ് ചെയ്യാതെ വരിക, ഗർഭപാത്രത്തിൻ്റെ വായ വികസിക്കാതെ വരിക, കുട്ടിയുടെ തല ഇറങ്ങി വരാതിരിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ലേബർ പെയിൻ തുടങ്ങി കഴിഞ്ഞിട്ടും നമുക്ക് സിസേറിയൻ എടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ എലക്റ്റീവായിട്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളത് ഈ ബേബിക്ക് ഹാർട്ട് റേറ്റിൽ വ്യത്യാസങ്ങൾ, ദാറ്റ് ഈസ് ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും, അങ്ങനെ വരികയാണെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. കുട്ടി മെക്കോണിയം സ്റ്റെയിൻഡ് ലൈക്കറായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറുകുട്ടി വേർപെട്ട് പോവുക, അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിലൊക്കെ എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറികളിൽ കൂടെ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിലും എലക്റ്റീവായിട്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരും. പിന്നെ ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രസവത്തിന് നോർമൽ ഡെലിവറി അലോ ചെയ്യാണ്, ദാറ്റ് ഈസ് ട്രയൽ ഓഫ് ലേബർ നടത്തിയിട്ട് ആ സന്ദർഭത്തിൽ കൊച്ചിനോ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ അത് നോർമൽ